അതുപോലെ രാവിലത്തെ ഉച്ചപൂജ കഴിഞ്ഞ് നേരെ ഇറങ്ങി കേട്ടോ. എന്നത്തെ പോലെ കുളിച്ച് റെഡിയായി പെട്ടെന്ന് ട്രാൻസിഷൻ ശേഷം കുറച്ച് ഷോ ഒക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഷർട്ടിന് മാത്രമേ വലിപ്പമുള്ളൂ കേട്ടോ. എനിക്കത്ര വലിപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇത്രേ ഉള്ളൂ കേട്ടോ. അവിടെ നേരെ അമ്പലത്തിൽ വന്ന് എന്റെ ബാഗ് സാധനങ്ങൾ എടുത്ത് നേരെ ഇറങ്ങി കേട്ടോ. ഇന്നും ലുലുവിൽ അത്യാവശ്യം തിരക്കുകൾ ഉണ്ടായിരുന്നു. നേരെ പോയത് അതുപോലെ നമ്മളെ ശരവണ ഭവനിൽ കേട്ടോ. ആദ്യത്തെ ദോശ കഴിച്ചപ്പോൾ അടുത്ത ദോശ വീണ്ടും ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ 3 ദോശയും കഴിച്ച് ഞാൻ അവിടെ നിന്ന് ചെമ്പഴന്തി വഴിയോട്ട് തിരിച്ചു വന്നത്. വരുന്നവർക്ക് ഈ കളിപ്പാട്ട കടയിൽ കയറി പിള്ളേക്ക് 3 ഗ്ലാസ് മേടിച്ചു. ചാങ്കോട്ടുള്ള സൂര്യ ടെക്സ്റ്റൈൽസിൽ കയറി അമ്മാമ്മക്ക് സെറ്റും മുണ്ട് വാങ്ങിച്ചു കേട്ടോ. നേരെ ക്ലബ്ബിൽ വന്നിട്ട് ഇന്ന് 2ാമത്തെ ദിവസത്തെ ഓണ പരിപാടി കേട്ടോ. ഞാൻ വന്നപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ഹോൾഡ് ചെയ്യുന്ന മത്സരം നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഈ ചേട്ടനാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് പെൺകുട്ടികളുടെ കപ്പിനകത്ത് ബലൂൺ ഊതിപ്പെരുക്കി കൈകൊണ്ട് എടുക്കാതെ ബലൂൺ ഉപയോഗിച്ച് കൊണ്ട് അപ്പുറത്ത് വെച്ചിക്കൊണ്ടിരുന്ന പരിപാടിയായിരുന്നു. അപ്പൊ എന്റെ അനിയത്തിയുടെ കൂട്ടുകാരി ഉണ്ട്. ഇതാണ് എന്റെ അനിയത്തി. ഒരു പ്രൈസും കൊണ്ട് വീട്ടിലോട്ട് വരുള്ളൂ ചേട്ടാന്ന് പറഞ്ഞു പോയത്. പക്ഷെ തോറ്റു പോയിട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അമ്മമാരെ വീട്ടിൽ പോയിട്ടോ. ഇന്ന് ഓണം അവിടെ ആട്ടോ. ഞാനുണ്ട്, അച്ഛനുണ്ട്, ഋതു ഉണ്ട്, പിന്നെ ഭാര്യയുണ്ട്, എന്റെ അമ്മയുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഇൻസ്റ്റയിൽ വൈറലായ ജിഞ്ചർ ഷാമ്പൂനെ കണ്ടു കേട്ടോ. അപ്പൊ അതിനെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒന്ന് ഞെക്കി നോക്കി കേട്ടോ. വല്ലാത്തൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അതിന് എനിക്കത് പിടിച്ചില്ല. വന്നോണ്ട് സദ്യ കഴിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ 2 മണി കഴിഞ്ഞു. ഫോണിൽ ചാർജ് ഇല്ലാത്ത ചാർജ് ഇട്ട ശേഷം ഞാൻ കഴിക്കാൻ ചെന്നു കേട്ടോ. അതിനുശേഷം ഞാനൊരു പായസം എടുത്ത് ഞാനും അമ്മയും ഋതും കൂടി പുറത്തിരുന്നു കേട്ടോ. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരുന്നപ്പോഴോ രാവിലെ ശരവണ ഭവനിൽ നിന്ന് മേടിച്ച് പാൽപ്പയുടെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ കുറച്ച് കഴിച്ച ശേഷം ബാക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഇത് ഈ സാധനം എന്റെ കണ്ണിൽ പെട്ടത്. ഇതിന്റെ പേര് തുപ്പൽ പൊട്ടാസ് എന്നാണ്. നിങ്ങളോട് എന്ത് പറയുന്നത് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് തുപ്പൽ മുക്കി ഇങ്ങനെ വെച്ചപ്പോൾ പൊട്ടിയിട്ട്. ഈ നിങ്ങൾ കാണുന്നത് തലേ ദിവസത്തെ, അതായത് അവിടുത്തെ ദിവസത്തെ ഓണാഘോഷ പരിപാടി ആട്ടോ. ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ഉറിയടിയാണ്. അത് കാണാനും പങ്കെടുക്കാനും വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പരിപാടി ഇത് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഏറ്റവും മികച്ച പരിപാടി എന്തെന്ന് കമന്റ് ചെയ്യാം. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഉറിയിൽ അടിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല. ഉറി അടിക്കുന്ന ആളെ മുഖത്ത് 4 സൈഡിൽ നിന്ന് മുഖത്ത് വെള്ളം അടിക്കും. ഇതെല്ലാം മറികടന്ന് വേണം നമ്മൾ ഉറിയിൽ അടിക്കാൻ കേട്ടോ. എന്റെ അവസരം എത്തിയപ്പോൾ എല്ലാവരും ഓടി വന്ന് എന്നെ കമത്തി കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. എനിക്ക് അങ്ങനെ അടിക്കാനൊന്നും കിട്ടില്ല. അങ്ങനെ 2 പ്രാവശ്യം കൂടെ ടച്ച് ചെയ്യാൻ പറ്റി. ഞാൻ എവിടെ പരിപാടി ധരിപ്പിച്ചാലും ഇത് തന്നെയുള്ള അവസ്ഥ. ജയിച്ചതൊരു പയ്യനായിരുന്നു കേട്ടോ. അപ്പൊ അതും കണ്ടൊരു മൂലയ്ക്ക് മാറി ഇരുന്നു കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്തോടെ കാണാം. ബൈ.